ആക്ച്വലി ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങനെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ഒരു പുതു ചരിത്രം കൂടി രചിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും. നാരീ ചരിതം. The host nation, India. World Cup league stage. Yeah, what history? Now they're creating T25 for the first time. ഗ്രൗണ്ടിൽ എതിരാളികളോടും പുറമേ തങ്ങൾക്ക് പ്രതികൂലമായി മാത്രം നിന്ന സാഹചര്യങ്ങളോടും പൊരുതി തന്നെ ഇന്ത്യൻ പെൺകുട്ടികൾ നേടിയൊരു വിജയമാണിത്. തങ്ങളെ എഴുതിത്തള്ളിയവർക്കും നിർദ്ദയം പരിഹസിച്ചവർക്കും നൽകിയ മധുരമുള്ള മറുപടി. യാഥാർത്ഥ്യമായത് 52 കൊല്ലത്തെ കാത്തിരിപ്പാണ്. ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റിന്റെ ചരിത്രവും തലവിധിയും തിരുത്താൻ പോകുന്ന വിജയം. ഭാഗ്യം കൊണ്ടല്ല, ടൂർണമെന്റിലെ ഏറ്റവും കരുത്തരായ 2 ടീമുകളെ സെമിയിലും ഫൈനലിലുമായി വീഴ്ത്തിക്കൊണ്ടാണ് അവർ വിജയികളായത്. The host nation, India. World Cup league stage. Yeah, what history? Now they're creating T25 for the first time. യെസ്, അങ്ങനെ കടുത്ത പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോൾ പലപ്പോഴും ദുർബലമാകാറുണ്ടെങ്കിലും വീണു പോകാതെ അതിജീവനത്തിന്റെ മന്ത്രങ്ങൾ അനുഭവങ്ങളിലൂടെ പഠിച്ചെടുത്ത് ഈ ലോകത്തോട് മുഴുവൻ പൊരുതി നിൽക്കുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും നമുക്ക് ലഭ്യമാണ്. नारी सशक्तिकरण की इस प्रेरक भूमि से मैं आज पूरे देश को महिला क्रिकेट विश्व कप की विजय पर बहुत बहुत बधाई देता हूं. ये विजय सिर्फ खेल के मैदान तक ही सीमित नहीं है. ये भारत की बेटियों के नए आत्मविश्वास का भी प्रतीक है. യെസ്, ഷെഫാലി വർമ്മയും ജമീമ റോഡ്രിഗസും സ്മൃതി മന്ദാനയും ശ്രീചരണിയും പ്രതികയും ഹർമൻപ്രീതും റിച്ചയും ഉൾപ്പെടെ എല്ലാവരും തന്നെ മികച്ച പ്രകടനങ്ങൾ നൽകിയൊരു ടൂർണമെന്റ്. സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾവേർട്ടിന്റെ പേര് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ പോരാട്ട വീര്യവും 2 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും അടക്കം ടൂർണമെന്റിൽ 571 റൺ സ്കോർ ചെയ്ത ലോറയും അക്ഷരാർത്ഥത്തിൽ അവരെ മുന്നിൽ നിന്നും നയിക്കുകയായിരുന്നു. ഖിലാഫ് അഹമ്മദ് വിശകലനങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഖിലാഫെ, തങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം കൊണ്ട് തങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായ സ്ത്രീ പുരുഷ ക്രിക്കറ്റർമാരുടെ വേതനം ഏകീകരിച്ചുകൊണ്ടൊരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിടുന്ന ബോർഡിന്റെ തീരുമാനങ്ങൾ അത് തെറ്റല്ലായിരുന്നു എന്നുകൂടി തെളിയിക്കുകയായിരുന്നു ഇന്നലെ ഇന്ത്യൻ വനിതാ ടീം. അങ്ങനെ ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റ് വലിയ മാറ്റങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണല്ലേ? തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു മാറ്റങ്ങളിലേക്ക് തന്നെയാണ് ഇന്നലത്തെ ഈ വിജയം കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഈ ഒരു ടൂർണമെന്റ് എടുത്തു നോക്കിയാൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ആദ്യം വിന്നേഴ്സ് പ്രൈസ് മണി തന്നെയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ഏകീകൃതമായ, അതായത് മെൻസും അതേപോലെ തന്നെ പുരുഷ വനിതാ ലോകകപ്പിലേക്കുള്ള പ്രൈസ് മണി ഇപ്പോൾ ഒരേപോലെ തന്നെ ഏകീകൃതമാക്കിയിരിക്കുന്നത്. അത് തന്നെ ഒന്നാമത്തെ മാറ്റമാണ് വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ടൂർണമെന്റിന് മുമ്പ് ഇന്ത്യയുടെ കളികൾ കാണാൻ അത്രയും പേര് ആരാധകരോ ഇല്ലെങ്കിൽ പ്രേക്ഷകരോ ഈ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തിയിരുന്നില്ല. എന്നാൽ നമുക്ക് ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ കാണാൻ ആരാധകരുടെ ഒഴുക്കായിരുന്നു ഈ മത്സരത്തിൽ കാണാനായി എത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസവും DY പാട്ടീൽ സ്റ്റേഡിയത്തിലും നിറഞ്ഞു കവിഞ്ഞ DY പാട്ടീൽ സ്റ്റേഡിയമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇതുപോലെ തന്നെ ആരാധകരും ഈ ഒരു വനിതാ ക്രിക്കറ്റ് ലീഗിനെ വനിതാ ക്രിക്കറ്റിനെ കാണുന്നു എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത്. പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്കും കൂടി ഈ ഒരു ഒരു ഭാവി തലമുറയ്ക്കും കൂടി പ്രചോദനമാവുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ വനിതാ പ്രീമിയർ ലീഗും അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ വനിതാ ക്രിക്കറ്റിലേക്ക് പ്രീമിയർ ലീഗുകൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, അടുത്ത വർഷം മുതൽ കേരളയും ആ ഒരു പ്രീമിയർ ലീഗിലേക്ക് തുടക്കം കുറിക്കുകയാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിന്റെ വിജയം ഒരു വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ് ചുക്കാൻ പിടിക്കുന്നത്. ഇനി മത്സരത്തിലേക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ, മത്സരത്തിൽ ഇന്നലെ കണ്ടത് ഇന്ത്യയുടെ ഒരു
സുപ്രഭാതിത്യം ഇല്ലെങ്കിൽ ആധിപത്യം തന്നെയായിരുന്നു. തുടക്കം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കം മുതൽ ഷഫാലിയും അതേപോലെ തന്നെ സ്മൃതിയും ചേർന്നൊരുക്കിയ 104 റൺസിന്റെ കൂട്ടുകെട്ട്. പിന്നീട് വന്നവരും അതായത് അടിക്കുക, വിക്കറ്റുകൾ പോകുന്നതല്ല, അടിച്ച് റൺസ് കൂട്ടി വാരുക, അതായിരുന്നു ലക്ഷ്യം. അവസാന ഓവറിലേക്ക് എത്തുമ്പോൾ ദീപ്തി ശർമ്മയുടെ സംഹാര താണ്ഡവം ഒക്കെയാണ് നമ്മൾ കണ്ടത്. മറുപടി ബാറ്റിംഗിലേക്ക് എത്തുമ്പോൾ ഈ ലോറ വോൾവർട്ട് ഒഴിച്ച് ദക്ഷിണാഫ്രിക്കയുടെ ബാക്കി താരങ്ങൾ എറിഞ്ഞിടുകയായിരുന്നു ഇന്ത്യ. അവസാന നാദിൻ ഡി ക്ലർക്കിനെ ക്യാപ്റ്റന്റെ കയ്യിൽ എത്തിച്ച് ദീപ്തി ശർമ്മ ആ ഒരു വിജയ കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ദീപ്തി ശർമ്മയുടെയും ഷഫാലി വർമ്മയുടെയും ഓൾറൗണ്ട് മികവ്. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു മത്സരം സെമി ഫൈനലിലേക്ക് എത്തുന്നതിന് മുമ്പ് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പരിക്കേറ്റ പ്രതീക രാവലിനെയും നമ്മൾ ഇതിൽ എടുത്തു പറയണം. കാരണം ആ ഒരു മത്സരങ്ങളിലൊക്കെ താരത്തിന്റെ പ്രകടനം ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യക്കായി കാഴ്ചവെച്ചത്. ആ ഒരു താരത്തിന്റെ ഇല്ലാതെയാണ് ആ സെമിയിലേക്ക് എത്തിയത്. സെമിയിൽ ഷഫാലി വരുമ്പ ടീമിലേക്ക് തിരിച്ചെത്തുന്നു. പിന്നീട് ഈ ഒരു ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. എന്തായാലും വലിയൊരു മാറ്റത്തിലേക്ക് തന്നെയായിരിക്കും ഈ ഒരു വിജയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ കൊണ്ടുപോകുക. സേതു. ഓക്കെ, ശരി. ഓക്കെ ഖിലാഫെ.